പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കലിൽ വീണ്ടും ചർച്ച. ചാക്ക് നിറയെ സ്വർണ്ണമണികളും സ്വർണ്ണക്കയറും കിരീടങ്ങളുമുള്ള രഹസ്യങ്ങളുടെ കേന്ദ്രങ്ങളുടെ നിലവറയിലേക്ക് വീണ്ടും രാജ്യത്തിന്റെ ശ്രദ്ധ. നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരുടെ അഭിപ്രായം തേടാനാണ് തീരുമാനം. ഇന്ന് ചേർന്ന ഭരണസമിതി ഉപദേശക സമിതി സംയുക്ത യോഗത്തിലാണ് നിലവറ തുറക്കുന്നത് ചർച്ചയായത്. സംസ്ഥാന സർക്കാർ പ്രതിനിധിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ തന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ച ബി നിലവറയിലേക്ക് കടക്കുകയാണ്. മുറജപവും വിഗ്രഹത്തിലെ അറ്റകുറ്റപ്പണിയും ചർച്ച ചെയ്യാനായിരുന്നു ഇന്നത്തെ സംയുക്ത യോഗം. 5 അംഗ ഭരണസമിതിയിലെ അംഗമായ തന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. രാജകുടുംബ പ്രതിനിധിയായി ഉണ്ടായിരുന്നത് ആദിത്യവർമ്മയായിരുന്നു. തുറക്കൽ ആചാരപരമായ കാര്യം കൂടിയായതിനാൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ തീരുമാനിക്കുകയായിരുന്നു. ആചാരപ്രശ്നം ഉയർത്തിയാണ് ബി നിലവറ തുറക്കലിനെ തുടക്കം മുതൽ രാജകുടുംബം എതിർത്തത്. തന്ത്രിമാരുടെ നിലപാട് അറിഞ്ഞ ശേഷം വീണ്ടും ഭരണസമിതി ചർച്ച ചെയ്താകും ബി നിലവറ തുറക്കലിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവറ തുറക്കൽ എന്നും വൻ വിവാദമായിരിക്കെ തിടുക്കത്തിൽ തീരുമാനമുണ്ടാകാനിടയില്ല. 2011 സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുറന്നത്. എ തുറന്നപ്പോൾ വിദഗ്ധ സമിതി കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു. 2011 ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത്. മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയത്. ഏത് സംഖ്യ കൊണ്ട് നിധിശേഖരത്തിലെ സ്വത്തുക്കൾ കണക്കുകൂട്ടുമെന്ന അമ്പരപ്പിലായിരുന്നു പരിശോധനാ സംഘം. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ, സ്വർണ്ണക്കയർ, സ്വർണ്ണക്കട്ടികൾ, സ്വർണ്ണ വിഗ്രഹം, ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണദണ്ഡുകൾ, ചാക്ക് നിറയെ രത്നങ്ങൾ, കഥകളിൽ കേട്ടതുപോലുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞത്. എയിൽ നിന്ന് കിട്ടിയതിന്റെ 10 മടങ്ങ് അപൂർവ ശേഖരം ബി നിലവറയിലുണ്ടെന്നാണ് അന്നേ പറഞ്ഞു കേട്ടത്. 2011 തന്നെ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിദഗ്ധ സമിതി അംഗം ജസ്റ്റിസ് CS രാജന്റെ കാൽമുറിഞ്ഞ് നിലവറയിൽ രക്തം പൊടിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ബി നിലവറയെ പറ്റിയുള്ളത് പലതരം ഐതിഹ്യങ്ങളും കേട്ടുകേഴ്വികളുമാണ്. കാവലായി പാമ്പുകൾ, 2ലേറെ തട്ടിൽ നിലവറ, തുരങ്കപാത എന്നിങ്ങനെ നീളുകയാണ് ഈ കഥകൾ. ബി ഒരിക്കലും തുറന്നില്ല എന്നാണ് ഒരു വാദം. എന്നാൽ 2 വട്ടം തുറന്നെന്ന് സുപ്രീംകോടതി നിയോഗിച്ച ഓഡിറ്റർ വിനോദ് റായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്ന് തിരുവിതാംകൂർ രാജകുടുംബം പറഞ്ഞിരുന്നു. അറ തുറന്നിട്ടില്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട്. അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ്. ആ വാതിൽ തുറന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് രാജകുടുംബത്തിലുള്ളവർ പറഞ്ഞത്.